ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആള് ഒരു സിംഗറാണ്, ഒരു റാപ്പറാണ്, ഒരു ലിറിക്സ് ആർട്ടിസ്റ്റാണ്. ഹലോ ഹലോ, താങ്ക് യു സോ മച്ച്. അതിഥി ഇപ്പോ എത്ര വയസ്സായി? ഞാനിപ്പോ 18ആണ്. ഈ ജനുവരി 11 18 ആയി. ഓക്കെ. ഈ ഒരു ഏജില് ഇത്രയും വലിയൊരു ഇതിൽ എത്തി, അതായത് ഒരു റാപ്പർ നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ യങ് റാപ്പർ എന്ന് പറയുന്നത് അതിഥിയാണ്. അപ്പോൾ എങ്ങനെ തോന്നുന്നു ഈ ഒരു ടൈമിൽ ഇതിലെത്താനായിട്ട് പറ്റിയപ്പോൾ? ഞാൻ കുറച്ച് വർഷം മുമ്പേ തുടങ്ങിയാണ്. ഞാൻ 10-11 വയസ്സൊക്കെ ആയപ്പോഴാണ് റാപ്പ് കേട്ട് തുടങ്ങിയത്. അതും 94.3 FM സാറ്റർഡേ നൈറ്റ് പ്രോഗ്രാമിൽ ഇങ്ങനെ ഈ എമിനമിന്റെ നിക്കി മിനാജിന്റെ ഒക്കെ റാപ്പ് ഇങ്ങനെ കേട്ടപ്പം എനിക്ക് തോന്നി ഇതൊരു ലൈക്ക് ഇമ്പോസിബിൾ സംഭവമാണ് എല്ലാവർക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത്. സോ ആക്ച്വലി ഇമ്പോസിബിൾ സാധനം പോസിബിൾ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തുടങ്ങി. ഒരു 11 വയസ്സായപ്പോൾ തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ റാപ്പ് സോങ് എഴുതി, ഫീൽ ഫ്രീ ടു ഡ്രീം എന്ന് പറഞ്ഞ്. അത് 27 ഇന്റർനാഷണൽ നാഷണൽ ലാംഗ്വേജ് ഫോർ ദ വേർഡ് ഡ്രീം അങ്ങനെ ഞാൻ ഇറക്കിയിരുന്നു. പിന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്റർനാഷണൽ അങ്ങനത്തെ ഒക്കെ. അങ്ങനെ വേറെ സോങ് കൊടുത്തിട്ടുണ്ട്. അത് പോപ്പ് സോങ് ആണ്, റാപ്പില്ല. അതിങ്ങനെ സെമി ഫൈനൽ ഫൈനൽ ലിസ്റ്റിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതങ്ങനെ തുടങ്ങിപ്പോയി. 13 വയസ്സായപ്പോൾ മുതലാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് ആസ് കേരളാസ് യങ്ങസ്റ്റ് റാപ്പർന്ന്. അപ്പോൾ ആ ടൈമിന് ഫീമെയിൽ ആർട്ടിസ്റ്റ് അതി ഇല്ലായിരുന്നു, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം എന്നെക്കാട്ടി യങ് ആയിട്ടുള്ള ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു പേര് കൊണ്ട് ഇങ്ങനെ ടൈറ്റിൽ കൊണ്ട് നടന്നു. ഇപ്പം ഇത്ര ആയപ്പോഴാണ്, ഒരു 16 ആയപ്പോഴാണ് ഞാൻ കണ്ടത് വേറെ 2-3 യങ്സ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അതിഥി എന്ന് പറഞ്ഞൊരാൾ അറിയാൻ തുടങ്ങിയത് ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നതിൽ 20 പേരിൽ ഒരാളായി വന്നപ്പോഴത്തേക്കാണ് അല്ലേ? അപ്പം മുതലാണ് ഒരുപാട് പേര് അതിഥി എന്ന് പറഞ്ഞിട്ടുള്ള അത്രയും അതിഥി കമ്പോസ് ചെയ്യും, ഓക്കെ, എല്ലാവരുടെ ഇതിൽ ചെറുതായിട്ട് കമ്പോസ് ചെയ്യുന്ന ഒരാൾ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ മുതലാണ് ടേണിംഗ് പോയിന്റ് തുടങ്ങിയത്. അപ്പൊ എങ്ങനെയായിരുന്നു അത്? ഞാൻ 6 വയസ്സ് മുതൽ സോങ്സ് കമ്പോസ് ചെയ്യായിരുന്നു. സോങ്സ് പോയംസ് ഒക്കെ ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു. അപ്പം ഞാൻ ഇത് എഴുതിയിട്ട് ഞാൻ ഫാമിലിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു സ്കൂൾ മാഗസീനിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ അവിടെയും കൊടുത്തു. എല്ലാവർക്കും ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു അതങ്ങനെ കൊണ്ടുപോകാം, വെറുതെ നിർത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 85 സോങ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പതുക്കെ റിലീസ് ചെയ്യാണ്. പിന്നെ എനിക്ക് റെക്കഗ്നേഷൻ കിട്ടിയ ആസ് എ റൈസിങ് സിംഗിങ് സെൻസേഷൻ എന്നാണ്. അങ്ങനത്തെ ഒരു ടൈറ്റിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവർ തന്നത്. അവർ ടെസ്റ്റ് ചെയ്തു ആദ്യം തന്നെ, ലൈക്ക് 1 hour ടൈം തരും. അവർ ലൈവായിട്ട് നമ്മളെ ഇങ്ങനെ നോക്കും, ത്രൂ വീഡിയോ കോൾ സംഭവമായിരുന്നു. അപ്പോൾ അവരുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ടൈറ്റിൽ സോങ് എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ അവർ 1 hour തന്നു. ഞാൻ വിതിൻ ലൈക്ക് 20-25 minutes എഴുതി കൊടുത്തു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്രാക്ക്. ഞാൻ റഫ് റെക്കോർഡിംഗ് ഒക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു അത് സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ, നമുക്ക് നമ്മുടെ ടൈറ്റിൽ സോങ് ആയിട്ട് എടുക്കാം എന്നുള്ള രീതി. പിന്നെ അങ്ങനെ എനിക്ക് അവരുടെ ഒരു സ്പെഷ്യൽ ടൈറ്റിൽ തന്നെയാണ് റൈസിങ് സിംഗിങ് സെൻസേഷൻ. പിന്നെ എനിക്കൊരു സർപ്രൈസ് സംഭവമായിരുന്നു. ഈ വേൾഡ് റെക്കോർഡ് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ അത് മാത്രമേ കാണത്തുള്ളൂ, അത് മതി, പക്ഷെ അതൊക്കെ കാണത്തുള്ളൂ. പക്ഷെ ഇതവര് ഡൽഹിയിൽ അവിടെ വാങ്ങിക്കാൻ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വേൾഡ് റെക്കോർഡ്സിലും കൂടെ അമംഗ് ടോപ്പ് 20 സെലക്റ്റഡ് ആണെന്ന്. അപ്പം സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ എത്തണമെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട്, അതാണ് ഏറ്റവും ഇതായിട്ട് നമുക്കൊരാൾക്ക് വേണ്ടത്. എങ്ങനെയാണ് ഇതുവരെയുള്ള ജേർണിയിൽ വീട്ടിൽ ആൾക്കാരുടെ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. കാരണം ആദ്യം ഞാൻ ഈ കർണാട്ടിക്കും പോപ്പ് സോങ് ഒക്കെ ആയിരുന്നു, അതൊക്കെ എല്ലാവർക്കും കുറച്ച് ഡൈജസ്റ്റബിൾ സോങ്സ് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ അല്ലാതെ എൽഡർ ലൈക് സിറ്റിസൺസ് അവരൊക്കെ കണ്ട സമയത്ത് ഞാൻ ഈ റാപ്പ് സോങ്സ് പാടുമ്പോൾ എല്ലാവരും പറയുന്നത് എൻ്റെ അമ്മോ ദാ വരുന്നു പാടിക്കൊണ്ട്. കാരണം പാടുന്നൊന്നും മനസ്സിലാവത്തുമില്ല. പിന്നെ ഭയങ്കര ഒരു അഗ്രസീവ് രീതിയിലുള്ള ചില സോങ്സ് ഉള്ളപ്പം ആർക്കും ഇങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിയാവത്തില്ല, ഇതെന്തോ ഇങ്ങനെ ഭയങ്കര ബഹളപ്പാട്ടെന്നുള്ള രീതി. പിന്നെ പയ്യെ അവർക്ക് മനസ്സിലായി, കാരണം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു. ഹിപ്പ് ഹോപ്പ് കേരളത്തിൽ കൂടുതൽ ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നെ ഞാൻ പോപ്പ് സോങ്സും സ്ലോ സോങ്സും മാത്രമല്ല ഹിപ്പ് ഹോപ്പിലും എൻ്റെ ഒരു ക്യാച്ച് വന്നു. അപ്പം കൂടുതൽ ആൾക്കാർക്കും എൻ്റെ ഹിപ്പ് ഹോപ്പ് ട്രാക്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലിങ്ങനെ ഇറക്കി. എൻ്റെ പോപ്പുലാരിറ്റി അങ്ങനെ കൂടി.
സോ എല്ലാവർക്കും മനസ്സിലായി ശരിയാണ്. നല്ലതാ ചെയ്ത്. ഞാൻ ഒരിടത്ത് ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയാണ് ആദ്യമായിട്ട് അതിഥിക്ക് പാട്ട് പറഞ്ഞു തന്നത് അമ്മയാണെന്ന് പറഞ്ഞിട്ട്. അത് ആ പാട്ട് ഓർമ്മയുണ്ടോ അതിഥിക്ക്? ഏതാണ് പാട്ടെന്നുള്ളത്? അത് ഓർമ്മയുണ്ട്. അത് ആദ്യം 5 വയസ്സിൽ ഞാൻ കർണാട്ടിക് പഠിക്കുമായിരുന്നു. അമ്മ എന്നാണ് പറഞ്ഞു വിട്ടത് കർണാട്ടിക് പഠിക്കാൻ. ഹിന്ദി സോങ് ആയിരുന്നു ആദ്യത്തെ ഹിന്ദി സോങ് ആയിരുന്നു, താരേ സമയം. ആ സോങ് മാ എന്ന് പറഞ്ഞ ഫിലിമിലെ സോങ് ആയിരുന്നു. അപ്പൊ ഹിന്ദി പഠിച്ചു വന്നു, ഞാൻ സ്കൂളിൽ പെർഫോം ചെയ്ത് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്നു. അത് ലൈക്ക് കാർപെൻറ്റേഴ്സിന്റെ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ സോങ് ആണ്. പിന്നെ എനിക്ക് എൻ്റെ വെസ്റ്റേൺ വൈബ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ വെസ്റ്റേണിലേക്കും കൂടെ ഇങ്ങനെ പിടിച്ചു പോയി. അങ്ങനെയാണ് കൂടുതൽ ഞാൻ ഇംഗ്ലീഷ് സോങ്സ് എഴുതാൻ തുടങ്ങി. ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് കൂടുതലായിട്ട്, അതായത് ഒരു ഹിപ്പ് ഹോപ്പ് ആണോ അതോ നമ്മളെ ഈ കർണാടിക് മ്യൂസിക് പോലെ സ്ലോ ആയിട്ടുള്ള സോങ്സ് ആണോ? എങ്ങനത്തെ ഇതാണ് കൂടുതലായിട്ട് ഇഷ്ടമായിട്ടുള്ളത്? കൊച്ചിലെ സ്ലോ സോങ്സ് ഇഷ്ടമായിരുന്നു, എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷെ എന്നാൽ കർണാട്ടിക്കിൽ ഞാൻ അങ്ങനെ ഇരിക്കത്തില്ല. കൊച്ചു പിള്ളേരങ്ങനെ അത്ര ഇരിക്കത്തില്ല, അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇരിക്കത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഭംഗി മനസ്സിലായി കൂടുതലും. ഈ ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ മ്യൂസിക്കും പിന്നെ കർണാട്ടിക് എല്ലാത്തിൻ്റെ ഭംഗി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതേപോലെ എനിക്ക് മെറ്റൽ സോങ്സ് പണ്ട് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അമ്മ കീറി വിളിച്ച് പാടിക്കൊണ്ടിരിക്കണം പറയും. പക്ഷെ ഇപ്പോൾ നമുക്ക് എൻ്റെ ഇമോഷൻ മനസ്സിലായപ്പോഴാണ് പിടികിട്ടിയത് അതിൻ്റെ വേറെ ഭംഗിയാണെന്ന് മെറ്റൽ സോങ്ങിൻ്റെ. പിന്നെ എനിക്ക് ഓരോ മൂഡുണ്ട്. ഇപ്പം വളരെ ഇങ്ങനെ അഗ്രസീവായിട്ടിരിക്കുമ്പോൾ ഞാൻ മെറ്റൽ എടുക്കും, ലൈക്ക് റാപ്പ് പാടും, അങ്ങനെയൊക്കെയാണ്. വളരെ സൂതിങ് കാം എന്തൊരു നല്ല ലോകം എന്ന് പറഞ്ഞിരിക്കുന്ന ടൈമാണ് ഞാൻ ഭയങ്കര സ്ലോ സോങ്സ് പാടുന്നത്. ഇതിലോട്ട് എങ്ങനെയാണ് എത്തിച്ചേരാനായിട്ടുണ്ടായിരുന്നത്? അതായത് കുഞ്ഞിലേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കളിച്ചടക്കേണ്ട പ്രായം, അങ്ങനെയൊക്കെ ഇതിൽ മിക്ക കുട്ടികളും ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പോഴും മിക്ക കുട്ടികളും ഇംഗ്ലീഷ് സംസാരിക്കുക ചെയ്യുന്നത്. പക്ഷെ അതൊരു ലിറിക്സ് എന്നുള്ളതിലോട്ട് കൊണ്ടുവന്ന് അതിന് ഇങ്ങനെ ഒരു മ്യൂസിക് കൊടുത്താൽ നമുക്ക് കൊള്ളാം എന്ന് തോന്നിയത് അത് എങ്ങനെയാണോ തോന്നിയത്? പണ്ടെന്ന് വെച്ചാൽ യൂട്യൂബും നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ 2005 ബോണാണ്. ആ ടൈമിലൊക്കെ ഇത്രയും കൊച്ചു പ്രായത്തിൽ എന്തായാലും ഫോൺ കിട്ടൂല എനിക്ക്. അപ്പൊ ഞാൻ യൂട്യൂബ് ഒന്നും നോക്കത്തില്ലായിരുന്നു. പിന്നെ റേഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ദൂരെ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ പാട്ട് ക്യാച്ച് ചെയ്യും. പിന്നെ അമ്മ പറയായിരുന്നു ഞാൻ 1.5 വയസ്സ് മുതലേ ഇങ്ങനെ ട്യൂൺ ഹം ചെയ്യുമായിരുന്നു, പാട്ട് പാടി, അങ്ങനെ എല്ലാവരും പറയായിരുന്നു ഇവിടെ. അതെനിക്ക് വിശ്വാസമില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായാണെന്ന്. ബിക്കോസ് പണ്ടത്തെ ഇങ്ങനത്തെ റെക്കോർഡിങ്സ് ഒക്കെ ഇങ്ങനെ കേൾപ്പിച്ചിരുമ്പോൾ അങ്ങനെ ഞാൻ കേട്ടു. അപ്പം ആ സമയം പോലെ എനിക്ക് ട്യൂൺസും ഈ കമ്പോസിങ് ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പം എനിക്ക് തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോരോ ട്യൂണുകൾ ഓർമ്മ വരുമ്പോൾ അങ്ങനെ ലിറിക്സ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ലിറിക്സ് ആയിരിക്കും പറഞ്ഞത്, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കും ട്യൂൺ ചെയ്യുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ഫ്ലോയിൽ എനിക്ക് ഇംഗ്ലീഷ് ലിറിക്സ് ആണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് കുറേ എന്താ റാപ്പ് അറിയാതിരിക്കുക, അതുപോലെ എന്താ പറയുക ഹിപ്പ് ഹോപ്പ്. ഇതിൽ നമുക്ക് ഇത്രയും നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നാൽ, അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ചില്ലാക്കാനായിട്ട് ഏത് പാട്ടാണ് എല്ലാവർക്കും വേണ്ടൊന്ന് പാടിത്തരാനായിട്ട് വരുന്നത്, സ്വന്തമായിട്ട് ലിറിക്സ് ചെയ്തിട്ടുള്ളത്? ഇപ്പം ഞാൻ പാടാൻ പോകുന്ന ഫേക്ക് ഫാക്ട് എന്ന് പറഞ്ഞ സോങ്ങാണ് ഞാൻ എഴുതിയത്. ഏകദേശം 2 years ആയെന്ന് തോന്നുന്നു റിലീസ് ചെയ്തിട്ട്, 1 or 2 years. ഓക്കെ. So let me talk about a fake fact, faker than the fakest and the fake cash. I will be there for you whenever you need me. I will finna be ready for the needy. Throw up and blown up her words. Actions are better than you tryna curse. You better give it a try to rehearse. You will be getting your way out of this world. Bring up and left the fat out of the cage. Don't need that, bring up the topic and change. Rather you pick up the whistle and blow. Take up the courage and try to be a big toe. Click clow, tryna hit the pinch though. Chippy yo, tryna be somebody you know. Tryna copy everything you disown. Miss Crow, pick hope and this handle the skull. Pick slow. DMs be open to 10 in the morning and night. I'ma be freshen up my brains and let's for you to speed up the range. My friend ain't won't wait when she goes. How be we waiting for 3 rows? Big shows, the queen knows. Ha ha. ഷൂട്ടിലായതുകൊണ്ടാണ് ഞാൻ കളിക്കാത്തത്, വേണമെങ്കിൽ ഞാൻ കളിച്ചേനെ. പിന്നെ അടുത്ത നമ്മൾ എന്തോ ഇപ്പോൾ ഇത്രയേറെ ഹിപ്പ് ഹോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരു മലയാളം അല്ലെങ്കിൽ ഒരു കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്? മലയാളം അല്ല, ഞാൻ കുറേ പാടുമായിരുന്നു. മെയിൻലി പണ്ടത്തെ സോങ്സ് ഒക്കെ കൂടുതൽ ഇഷ്ടമാണ്. ഇപ്പോൾ നോക്കണം, എനിക്ക് ഓർത്തെടുക്കണം. കാരണം മലയാളം ഞാൻ വളരെ റയർലിയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കത്തുള്ളൂ. കാരണം കൂടുതൽ ഫോക്കസ് ചെയ്യണതിന് മറ്റേ ഓൺ കമ്പോസിഷൻസ് ആയതുകൊണ്ട്. നമുക്ക് എല്ലാവർക്കുമായിട്ട് പാടിത്തരാനായിട്ട് വരുന്ന ഒരു മലയാള സോങ്. ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ, ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ, ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ, ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ,
ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഓക്കെ, ഇത്രയും നേരം എനിക്ക് തോന്നുന്നു എല്ലാരും ഈ ഹിപ്പ് ഹോപ്പ് അതിഥിയെ കണ്ട് ഇപ്പൊ വേറൊരിത് ഇപ്പൊ കംപ്ലീറ്റ് മൊത്തം ക്ലാസിക്കായി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ വേൾഡ് റെക്കോർഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് എല്ലാവരും കണ്ടു തുടങ്ങിയത് അല്ലേ. അത്ര നാള് ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു, ഷോർട്ട് ഹെയറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ കളർ ചെയ്തു, ഹെയർ ഷോർട്ട് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ആ അതിഥി നായർ എന്നതിന്റെ കൂടി ആദി എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു രീതിയിലേക്ക് വന്നു. ഇപ്പൊ എല്ലാരും മിക്കതും അങ്ങനെയാണ് വിളിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്റെ സ്വന്തം പേര് ഞാൻ മറന്നുപോയി. അതിഥി എന്ന് ചില സമയത്ത് വിളിക്കുമ്പോ ഞാനാണോ എന്നുള്ളതായിരുന്നു. ബിക്കോസ് മിക്കവരും വിളിക്കുന്ന റാപ്പ് കിഡ് എന്നാണ്. എന്റെ പേര് റാപ്പ് കിഡ് ഇല്ല സ്റ്റേജിനെ. സോ റാപ്പ് കിഡ് എന്ന് വിളിച്ച് പെട്ടെന്ന് ഇപ്പൊ അതിഥി എന്ന് വിളിച്ചാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അതിഥി അപ്പാണ് മനസ്സിലാവുന്നത്. അതെങ്ങനെയായിരുന്നു ആ ഒരു ഫുള്ളായിട്ട് ആ ഒരു ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ സംഭവം? എനിക്ക് കൂടുതലും പണ്ട് പിന്നെയും നമ്മൾ മറ്റേ ബാർബി ഫെയറി പ്രിൻസസ് എന്നുള്ള രീതി നടക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അല്ല അതല്ല എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടം. എനിക്ക് ഈ എല്ലാവരും പറയും ഓരോ ഏജിന്റെ സ്റ്റൈൽ ഇങ്ങനെ മാറും അങ്ങനെയൊക്കെയാണെന്ന്. പക്ഷെ ഇപ്പൊ കുറെ വർഷമായിട്ട് എനിക്ക് ഇത് തന്നെയാണ് സംഭവം, വേറെ മാറ്റമൊന്നുമില്ല. എനിക്ക് ഗോത്തൊക്കെ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ മാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഹെയർ സ്റ്റൈലാണ് എപ്പോഴും ഇങ്ങനെ മാറി 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 ഇരിക്കുന്നുണ്ട്. എടാ ഇനി കുറച്ച് പോപ്പുലർ ആയിട്ട് പോകും, ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യട്ടെ. റെക്കഗ്നൈസ് ചെയ്യാൻ ടൈം കൊടുക്കൂല. ഞാൻ ഇത്രയും മുടി വളർന്നിരിക്കുന്ന പെട്ടെന്ന് ചിലപ്പോൾ മറ്റേ പറ്റടിച്ച് മറ്റേ ബോയ്സ് കട്ട് അടിച്ചുള്ള രീതിയായിരിക്കും. അപ്പൊ നമുക്ക് മാർക്ക് മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വളർന്നിരിക്കുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ മങ്കി ക്രോപ്പ് ആയിരിക്കും, അങ്ങനെ ആർക്കും മനസ്സിലാവത്തില്ല. അപ്പം ഇതെനിക്ക് കൂടുതൽ ഗോത്തിക് സ്റ്റൈൽ, ഈ കുറച്ച് സ്കെയറി വൈബൊക്കെ കൊടുക്കുന്ന ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ എൻ്റെ റാപ്പും സംഭവം എന്ന് വെച്ചാൽ ഞാൻ സ്ലോ പാടും. എനിക്ക് സോഫ്റ്റ് ആ വൈബ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഞാൻ കൂടുതലൊരു അഗ്രസീവ് നേച്ചർഡാണ്. അപ്പം അതൊക്കെ കൂടെ ആയപ്പോൾ എൻ്റെ സ്റ്റൈല് കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തു. ഇതാണ് ഞാനെന്നുള്ള രീതി ഇപ്പം കൊണ്ടുപോവാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ അതിഥിയുടെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുള്ളായിരുന്നു. ഞാൻ ഈ ആക്ച്വലി വരുന്ന ടൈമിനൊക്കെ അതിഥിയുടെ ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് നോക്കിയപ്പോഴത്തേക്ക് അതിഥി എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ട് ഇതേ ആളിതൊക്കെ തന്നെയാണ്, പക്ഷെ ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് കാര്യം. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുൾ കളർ ചെയ്തിട്ട് വേറൊരു ഹെയർ സ്റ്റൈൽ. അതേപോലെ വോയിസ് നല്ല ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. പണ്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ എന്റെ ഫാമിലിയിൽ ഇവിടെ എല്ലാവരും പറയുന്നത് പണ്ടത്തെ വോയിസ് മറ്റെന്താണ് കുയിലൊക്കെ പോലെ നല്ല മെലോഡിയസ് ആയിട്ട് പാടും. ഇപ്പൊ മറ്റേ റഫ് ആണുങ്ങളുടെ ശബ്ദം പോലെ ആയിരിക്കുകയാണ് ഇപ്പൊ എന്നുള്ള രീതി. എനിക്ക് തോന്നുന്നു കോ മൂവിയുടെ ആ ഒരു സൗണ്ട് വോയിസിന്റെ ഇതും ഇപ്പോഴത്തെ ഭയങ്കരമായിട്ട് റാപ്പ് പാടി ഭയങ്കര റഫായിട്ടാണ് ഞാൻ പാടി 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 വോയിസ് അങ്ങ് റഫാവും. അപ്പൊ പിന്നെ ഭയങ്കര ബോൾഡ് വോയിസ് പോലെ ആയിപ്പോയി. പക്ഷെ അത് യുണീക്ക് വോയിസ് പോലെ ഞാൻ വിചാരിച്ചു യുണീക്ക് ഒന്നല്ലായിരിക്കും. പക്ഷെ പബ്ലിക്കിൽ എന്റെ ഫാൻസിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കര സപ്പോർട്ട്. അവർ പറഞ്ഞ ഒറിജിനൽ വോയിസ് ഏറ്റവും ബെസ്റ്റ് വോയിസ് മാറ്റരുത് എന്നുള്ള രീതി. അപ്പൊ ശരി കൊള്ളാം. ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോ എങ്ങനെയായിരുന്നു ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു? ഷോർട്ടൊക്കെ ചെയ്തു ഇങ്ങനെ ഫുള്ളായിട്ട് മാറി അതിഥി എന്നുള്ള ഒരാൾ ആദി ആയപ്പോഴത്തേക്കുള്ള ഒരു എങ്ങനെയാണ്? പണ്ട് റാപ്പ് കിഡ് തന്നെ എന്നുള്ളത് തോന്നുന്ന രീതിക്ക് എനിക്ക് മാറിയപ്പോ എങ്ങനെയാണ്? പണ്ട് എനിക്ക് മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അമ്മ വളർത്താൻ സമ്മതിക്കൂല. അമ്മ ഉടനെ കൊണ്ട് ബോയ്സ് കട്ട് അടിപ്പിക്കും. കാരണം നല്ല രസമായിരുന്നു ബോയ്സ് കട്ട് അടിക്കുമ്പോൾ. എനിക്ക് പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയും മുടി വളർത്താലേ പറ്റുമെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതുകൊണ്ട് അതങ്ങ് പ്രാക്ടീസ്ഡ് ആയി. അപ്പൊ ഇവിടുത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുടി ബോയ്സ് കട്ട് അടിക്കുമ്പോൾ. ഇപ്പൊ വലുതായപ്പോ എനിക്ക് മുടി വളർത്താൻ താല്പര്യമില്ല. വളർത്തിയിരുന്നു. പിന്നെ എന്റെ സ്റ്റൈല് മാറ്റണം, അങ്ങനെ ഇങ്ങനെയല്ല ഞാൻ ആ ഒരു രീതി ആവണം എന്നുള്ള ഇതായപ്പോ ഞാൻ മുടി വെട്ടി മറ്റേ ഒരു മിലിറ്ററി കട്ട് സ്റ്റൈലായിരുന്നു. ആദ്യം കുറച്ച് ഇവിടെ മാത്രം കൂടുതൽ മുടി വെച്ചിട്ട് ബാക്കി നല്ല ബോയ്ഷ് ഇത് സംഭവമായിരുന്നു. പിന്നെ മാറ്റി മിലിറ്ററി കട്ടായിരുന്നു. നടുക്ക് നല്ല പ്രോപ്പർ രീതി വെട്ടിയിട്ട് ഇവിടെ ഫേഡ് കട്ടൊക്കെ ഇങ്ങനെ കൊടുത്ത്. സത്യം പറഞ്ഞാൽ ഫാമിലിയിൽ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ആ ഒരു ബോയ്സ് സൈഡ് ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ കൂടുതൽ സപ്പോർട്ട് അമ്മൂമ്മയാണ്. അമ്മൂമ്മ എടുത്തപ്പോ അമ്മ പറയും ഇങ്ങനെ ഇരുന്നാ മതി, നല്ല രസമുണ്ട് കാണാനും. ബോയ്സ് കട്ടൊക്കെ ചെയ്ത് ആണുങ്ങളെ പോലെ തന്നെ അമ്മൂമ്മ ഇടക്കിടക്ക് മാറി എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത് മിക്ക സമയത്ത്. അമ്മൂമ്മ എന്നെ ചിരിച്ച് പറയും, കണ്ടാ ഞാൻ മാറി മാറി പറയും മോനെ മോനെ. പക്ഷെ അമ്മയ്ക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. അമ്മ ഉണ്ട് മറ്റേ ചിൽ വൈബാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം മിക്കവരും ഫാമിലിയുടെ സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതിഥി ഒരു ഇൻസ്പിറേഷൻ തന്നെ ആവട്ടെ. അപ്പൊ ഞാനും ഇപ്പൊ ഭയങ്കര പോസിറ്റീവ് തന്നെ. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഞാനും ഇതുപോലെയൊക്കെ ആരും പറയുന്ന കേൾക്കാതെ കളറൊക്കെ ചെയ്ത് ഹിപ്പ് ഹോപ്പ് ആയിട്ടൊക്കെ. പിന്നെ ഇപ്പൊ ഈ ചൂട് കാലം കൂടെ ആയപ്പോ എനിക്ക് സമാധാനമായി മുടി വെട്ടിയത്. ഓക്കെ. പിന്നെ അടുത്ത പ്രോജക്ട്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അടുത്ത പ്രോജക്ട്സ് ഞാൻ ഈ ഒരു 2 വർഷമൊക്കെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ അല്ലാതെ ഈ എക്സാംസും എൻ്റെ ഒക്കെ തിരക്കായിരുന്നപ്പം വളരെ ട്രാക്സ് ഭയങ്കര ഇങ്ങനെ കുറഞ്ഞു പോയാലും എനിക്ക് തോന്നി. കാരണം എനിക്കിപ്പം ലൈവ് ഷോസിനെ പോകുമ്പോൾ ഞാൻ കൂടുതൽ കവർ സോങ്സാണ് പാടുന്നത്. ഞാൻ കവർ സിംഗർ ആയിരുന്നു ആദ്യം, പിന്നെയാണ് സോങ്സ് കൂടുതൽ ഇറക്കി തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ഓൺ കമ്പോസിഷനും കുറച്ച് കവർ സോങ്സ്. അപ്പോൾ ഇപ്പം കപ്പയുടെ ഷോന് ഇടക്കിടക്ക് പോകുമായിരുന്നു. അപ്പോൾ അവരെന്നെ പറഞ്ഞു, രഞ്ജിനി ചേച്ചി അവരൊക്കെ പറഞ്ഞു മര്യാദയ്ക്ക് ഓൺ കമ്പോസിഷൻ എഴുതി പാടിക്കൊള്ളു, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അല്ലെങ്കിൽ പറഞ്ഞ്. അങ്ങനെ ഞാൻ കൂടുതൽ ഇപ്പം ഇറക്കാൻ നിൽക്കുക. ഒരു 4 ട്രാക്സ് കമ്പോസ് ചെയ്തു. ഇപ്പം ഒരെണ്ണം ഈ ആഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തോ ഇറങ്ങും. പിന്നെ തമ്മിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കും. എല്ലാവരും വെയിറ്റിംഗ് ആണ്. പിന്നെ വേറൊരു സോങ് ഉണ്ട്, അത് കപ്പ വഴിയാണ് ഇറങ്ങുന്നത്. അതൊരു സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുമായിട്ട് കൊളാബറേറ്റ്. അത് ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് ഒരു 12 പേരോ ആരൊക്കെ ഉണ്ട്. അപ്പൊ അത് മിക്കവാറും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം എപ്പോഴെങ്കിലും ആയിരിക്കും. അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. കപ്പ TV ആയിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 546K ഉണ്ടായിരുന്നു അതിന്. അത്രയ്ക്കും റീച്ച് ആയതാണ് ആ സോങ്. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസും? 2 ലൈൻ പാടേം കൂടെ. You really care, better not, 'cause I will be alone. Yeah, bitch, I got 30 on my tracks, yeah. All the bad bitches, all are on my map, yeah. I can reach whenever I need them, I don't want all my bosses. 'Cause people, I'm the boss of my own house and you're the toxic. I don't wanna own all barbecues and sauces. Let them be the best lawyers and I will be the master. This is what I do. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ കോളേജിൽ ഇങ്ങനെ വളരെ ഡള്ളായിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ കയറി എന്നിട്ട് ഇനി അടുത്ത് എന്താ പ്ലാൻ എന്ന് പറഞ്ഞൊക്കെ ഓപ്പൺ ചെയ്തപ്പം ഒരു അൺനോൺ നമ്പർ, പക്ഷെ പരിചയമുള്ളൊരു മുഖം, പ്രൊഫൈൽ പിക്ചർ സയനോറ ചേച്ചിയുടെ. അതിൻ്റെ കൂടെ വർക്കി ചേട്ടൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എവിടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, അപ്പം ലൈക്ക് എപ്പോഴായിരിക്കും പറ്റുന്ന റാപ്പ് കിറ്റിനെ വിളിക്കാൻ എന്നൊക്കെ. ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ പിന്നെ സയനോറ ചേച്ചിയുടെ കൂടെ തുറന്നു നോക്കിയപ്പം ഹായ് ദിസ് ഇസ് സയനോറ. ചേച്ചിക്ക് ഇങ്ങനെ എൻ്റെ നമ്പർ ഇട്ട്. ഞാൻ വളരെ വലിയ ഫാനായിരുന്നു പുള്ളിക്കാരത്തിയുടെ. പിന്നെ നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗർ തന്നെയാണ്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഞാൻ ഇപ്പൊ തന്നെ വരാം, ഇപ്പൊ തന്നെ അടുത്ത മണിക്കൂർ നാളെ. അതിഥിയെ പോലെ ഒരു ഇത് തന്നെയാണ് സൈനോര. ഭയങ്കര നമ്മള് ഭയങ്കര കൂട്ടാണ്. അപ്പൊ അങ്ങനെ വിളിച്ചു. അടുത്ത ദിവസം അത് ആ ദിവസം തന്നെ വൈകുന്നേരം എന്തോ ടൈമിന് എന്തോ ആയിരുന്നു, അത് ഞാൻ മറന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം വൈകുന്നേരം ഉടനെ തന്നെ പോകണമായിരുന്നു. അങ്ങനെ പോയി വർക്ക് ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇവിടെ തന്നെ സ്റ്റുഡിയോയിൽ പോയി വർക്ക് ചെയ്തു. ആദ്യമായിട്ട് സൈനോറ ചേച്ചിയെ കണ്ടു. സായ ചേച്ചി ഭയങ്കര ചിൽ വൈബാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ പിന്നെ ഹൈ എന്നുള്ള രീതിയിൽ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പം അയ്യോ 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 എന്താണ് അങ്ങനെയൊന്നും പറ്റത്തില്ല. അതിന്റെ ലിറിക്സ് ഒക്കെ അതിഥി തന്നെയാണ് ഞാൻ എഴുതി. എന്റെ പാർട്ടിന്റെ ഞാൻ തന്നെ എഴുതിയ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് തരുമത്. ഞാൻ ചെയ്യോ അത് ഭയങ്കര ഒരു വീഡിയോയിലും കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അവർ വിളിച്ചു ലൈക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ 3 പേര് എല്ലാവരും കൂടെ ഉള്ള ഒരു സംഭവമാണ്. ശരി കുഴപ്പമില്ല. ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. സയനോറ ചേച്ചിയും വർക്കി ചേട്ടനും എന്നെ തന്നെ എടുക്കാൻ തോന്നിയതിന് ഭയങ്കര വലിയ കാര്യം തന്നെ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ മലയാളത്തില് 2 മൂവി, അതുപോലെ തന്നെ ഒരു ആഡ്, ഷീമാട്ടൊരു ആഡ്. അതില് ടൊവിനോയുടെ കൂടെ ഒരു മൂവി ഉണ്ടായിരുന്നു, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അത് മാളിൽ വെച്ചിട്ട് അതിന്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ അതിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിഥി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ടൊവിനോയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസും ആ ഒരു സോങ്? അത് ലിറിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിലോമീറ്റേഴ്സ് ലിറിക്സ് ഞാനല്ല, സൂരജ് കുറുപ്പ് ചേട്ടൻ തന്നെയാണ് തന്നത്. പാടിയിട്ട് മാത്രം. പിന്നെ സിത്താര ചേച്ചിയുടെ കൂടെ ഒക്കെ പാടാൻ പറ്റുകൊണ്ടൊരു വലിയൊരു ഇതാണ്. ഞാൻ കണ്ടിട്ടില്ല സിത്താര ചേച്ചീനെ അങ്ങനെ നേരിട്ട്. പിന്നെ ഇത് 15 വയസ്സായിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കിലോമീറ്റേഴ്സിന്റെ ചാൻസ് കിട്ടിയ. 14-15 ഡോക്ടറാണ്, 15 തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ടൊവിനോ ചേട്ടൻ ലോഞ്ചിനാണ് ടൊവിനോ ചേട്ടനെ കണ്ടത്. അപ്പൊ
നെഞ്ചു കൂടെ ഒരു നെഞ്ച് വിഴുങ്ങി കൊടുത്ത ലൈക്ക് ഹാർട്ട് വിഴുങ്ങി കൊടുത്തൊരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ അവിടെ പോയി എന്നെ ഉടനെ തന്നെ മനസ്സിലായപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഈ ഫാൻസ് എല്ലാവരൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയായിരുന്നു. ഭയങ്കര നല്ലൊരു ചാൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഖോഖോയിൽ ഞാൻ എഴുതി പാടി, ലിറിസിസ്റ്റും കൂടിയായിരുന്നു, 5 songs. അത് എങ്ങനെ വിശ്വസിച്ച് തന്നു എന്തോ ലിറിക്സ് എഴുതാൻ. പക്ഷെ തന്നു, പക്ഷെ അപ്രൂവ്ഡ് ആയി, അന്ന് തന്നെ അപ്രൂവ്ഡ് ആയി ലിറിക്സ്. പിന്നെ എനിക്ക് തന്നെ തന്നു എഴുതാൻ 5 songs ആദ്യം ഒരെണ്ണം എഴുതി, പിന്നെ ഒരു ടൈറ്റിൽ സോങ് പോലെ എനിക്ക് തന്നു. അത് ക്വൈറ്റ് പോപ്പുലർ ആയി ആക്ച്വലി. ഈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനും അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അത് കേട്ട് എനിക്കറിയില്ലായിരുന്നു അതിഥി എന്ന് പറഞ്ഞിട്ട് ഇത്ര കുഞ്ഞുകുട്ടിയാണ് ആ പാട്ട് അതിന്റെ ലിറിക്സ് എഴുതിയതെന്നോ പാടിയതെന്നോ ഒന്നും പെട്ടെന്ന് വോയിസ് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ ഈ ഒരു ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അല്ല ഇപ്പം വലിയവരുടെ വോയിസും ചിലപ്പോൾ ഭയങ്കര കൊച്ചായിരിക്കും, അപ്പൊ നമുക്ക് ഏജ് പിടിക്കത്തില്ല. ഇത് 16 വയസ്സായപ്പോഴാണെന്ന് തോന്നുന്നു ഖോഖോന്റെ കിട്ടിയ. പിന്നെ ഇപ്പൊ ഒരു വേറെ മൂവി ഉണ്ട്, അതിന്റെ അപ്ഡേഷൻസ് അങ്ങനെ കിട്ടിയില്ല. അല്ലാതെ ഇപ്പം ഓമിരി ലേലയില് ഹീറോയിന്റെ എൻട്രി ട്രാക്ക് ഞാനായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അത് ഞാൻ എഴുതിയത്. ഞാൻ തന്നെ എഴുതി. അത് ഡൗട്ടാണ്, ഞാനാണോ എഴുതിയത് വേറെ ആരെങ്കിലും ആണോ? ലിറിക്സ് മലയാളം ലിറിക്സും ഉണ്ട്, ലാസ്റ്റില് കുറച്ച് ഇംഗ്ലീഷ് ഉണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഞാൻ വീട്ടിലിങ്ങനെ ചില്ല് ചെയ്തോണ്ടിരിക്കുന്ന ആ സമയത്ത് മാനേജർ പറഞ്ഞു, പ്രകാശ് അലക്സ് മ്യൂസിക് ഡയറക്ടർ അപ്രോച്ച് ചെയ്തു ആദിത്യന്റെ ലൈക്ക് ഈ ഷീമാട്ടിയുടെ ആഡ് പാണ്. ഷീമാട്ടിയോ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു ആഡായിരുന്നു ഷീമാട്ടിയുടെ. പണ്ടത്തെ ഒരു മറ്റേ ലയൺ, ഞാനും അമ്മൂമ്മയും കൂടെ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അവരുടെ അത് ഞാനും അമ്മൂമ്മയും കൂടെ ഇങ്ങനെ ഡിം ലൈറ്റിലേക്ക് ഇങ്ങനെ TV കാണുമ്പോൾ കാണുന്ന ആഡായിരുന്നു എപ്പോഴും. അപ്പൊ അമ്മ അടുത്ത് പറയും എനിക്ക് ആഡ് പാടാൻ പറ്റിയിരുന്നിരുന്നെങ്കിലും. കുറെ വർഷം കഴിഞ്ഞപ്പോഴാണ് ഷീമാട്ടിയുടെ സെക്കൻഡ് ആഡിന് വേണ്ടി ഞാൻ തന്നെയാണ് റാപ്പ് ചെയ്യേണ്ടത് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. അത് ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു അത്. അങ്ങനെ മലയാളം റാപ്പ് എന്റെ ജന്മത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഫ്രീ സ്റ്റൈലിംഗ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. പിന്നെ മലയാളം റാപ്പ് ഞാൻ ഈ ബ്ലാക്ക് പാന്തറിന്റെ വലിയ ഫാനാണ്, ഈ മാർവൽ അവഞ്ചേഴ്സും. അപ്പം അതിനു വേണ്ടി ഞാൻ ഒരു മലയാളം റാപ്പ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഫ്രീ വേഴ്സ് പോലെയാണ്, ഓൺ കമ്പോസിഷൻ ആയിട്ട് അങ്ങനെ ഇറക്കിയിട്ടില്ല, പക്ഷെ ഫ്രീ വേഴ്സ് സ്റ്റൈൽ അങ്ങനെ ഇറക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മലയാളം വാക്കുകളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ എഴുതും, അല്ലാതെ ഹോൾ ട്രാക്കായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഷീമാട്ടിക്ക് വേണ്ടി ഞാൻ ഹോൾ സംഭവം മലയാളത്തിൽ, അതും ഇങ്ങനെ ഈ കടുവ് പൊട്ടുന്ന പോലത്തെ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ അമ്മ പറഞ്ഞു ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല വേണ്ടെന്ന് പറയാൻ. ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്തെടുക്കും. എന്നിട്ട് വിത്തിൻ ലൈക്ക് 2 hours ഓർ സംതിങ് ഞാൻ ഹോൾ സംഭവം ഇങ്ങനെ പഠിച്ചെടുത്ത് അടുത്ത ദിവസം റെക്കോർഡ് ചെയ്ത് 1 hour എടുത്തു റെക്കോർഡ് ചെയ്യാൻ. അതായിരുന്നു ഏറ്റവും വലിയൊരു സംഭവം. 1 hour മലയാളത്തിന്റെ ഹോൾ സംഭവം ഇംഗ്ലീഷിനെ കൊണ്ട് ബാക്കപ്പ് ആയി. എങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് മലയാളം പാടി എടുക്കണമെന്നുണ്ടായിരുന്നു. KV നമ്മള് മലയാളം പഠിപ്പിക്കത്തില്ല, ഞാൻ KV പഠിച്ചത്. അപ്പൊ കൊച്ചിലെ കിൻഡർ ഗാർഡനിൽ മാത്രമേ അമ്മ തറ ഒക്കെ ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ട്. അല്ലാതെ KV പട്ടത്തായിരുന്നു ആദ്യം പഠിച്ച സെക്കൻഡ് ഷിഫ്റ്റ്, പിന്നെ ആക്കുളം. ഞാൻ അങ്ങനെ മലയാളം പഠിച്ചിട്ടില്ല. തന്നെത്താനെ വാശി പിടിച്ച് 4ാം ക്ലാസ്സിലിരുന്ന് എനിക്ക് മലയാളം അറിഞ്ഞുകൂടാ, ഞാൻ മലയാളിയായിട്ട് മലയാളം അറിഞ്ഞൂടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ തന്നെത്താനിരുന്ന് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് വായിക്കാനൊക്കെ ഇപ്പോൾ അങ്ങനെ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതും കൂടെ ചെയ്തെടുക്കുക. ഇതിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് യൂട്യൂബിൽ കുറച്ച് അതിഥിയുടെ എന്താ പറയാനായിട്ട് കുറച്ച് ഡപ്മാഷുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കാണിക്കുന്നതായിരിക്കും. അതായത് ഡപ്മാഷെല്ലാം ഇപ്പം ഇവിടെ വെച്ചിട്ട് എല്ലാം കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. എന്നിട്ട് കുറച്ച് ഡപ്മാഷ് നമ്മൾ അതിലിട്ട് കാണിക്കുന്നതായിരിക്കും. അതിയുടെ ഏതെങ്കിലുമൊക്കെ ഓർമ്മ ഇതുപോലത്തെ ഡപ്മാഷും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുമോ? എവിടെയാ ഇതിന്റെ ബ്രേക്ക് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് യൂണിഫോം ഇട്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് നടന്ന് ബ്രേക്ക് ഉള്ള സമയത്ത് ഞാൻ ബ്രേക്കിനെ പറ്റി എൻ്റെ ഒരു സംഭവം. ഓൺലൈൻ ക്ലാസ് കോവിഡ് ടൈമിന് ഓൺലൈൻ ക്ലാസ് നടന്ന് അവിടെ ബ്രേക്ക് ഉണ്ടായിരുന്നു, ലഞ്ച് ബ്രേക്ക് ടൈമിന്. ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്താണ്. അപ്പൊ അമ്മ പറഞ്ഞിടെ യൂണിഫോം ഒക്കെയാണ്. അതിന്റെ കൂടെ മുടി സ്റ്റൈൽ ഏറ്റവും കോമഡി, കാരണം മുടി വളർന്നെത്തിയതേ ഉള്ളൂ. ഇവിടുന്ന് സൈഡ് ട്രിം ഇങ്ങനെ പൊക്കി ഇങ്ങനെ നടുക്ക് കൊച്ചു പിള്ളേരെ പോലെ കെട്ടിയിട്ടാണ്. അതുപോലെ തന്നെ പല എന്താ പറയുക മറ്റേ സിനിമയിൽ ജഗതി കാണിക്കുന്ന പോലെ പല ഭാവങ്ങളിൽ എന്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഭാവം ഉണ്ടെന്ന് പറയുന്നത് പോലെ അത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആംഗ്രി, അതുപോലെ ഓരോ ഹാപ്പി ആയിട്ടുള്ള ഫേസ് എന്നൊക്കെ കണ്ട് പല ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ടിങ് സംഭവം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ഭയങ്കര മെയിൻ സ്ക്രീനിലൊക്കെ എത്തുമ്പോൾ ഞാൻ മറ്റേ എനിക്കറിഞ്ഞൂടെ ആക്ടിങ് എന്ന് പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. ചില സമയത്ത് കുറെ ക്യാമറ ഒക്കെ വരുമ്പോൾ ഇതേപോലെ ലൈവ് ഇന്റർവ്യൂസ് ഒക്കെ വരത്തില്ലേ, അപ്പോൾ ഈ ന്യൂസ് ചാനൽസ് ലൈവ് ഇന്റർവ്യൂസ് ഇവിടുന്നൊക്കെ ക്യാമറ ആണ്. ഏതിലാ നോക്കണ്ട, അവിടെയാ നോക്കണ്ട, അവിടെ ഇങ്ങനെ
ഫോക്കസ്ഡ് ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ കോമിക്ക് ചെയ്യോ? ഇപ്പൊ നമുക്ക് ആപ്പ് അറിഞ്ഞു, കർണാട്ടിക് മ്യൂസിക്കിന്റെ അറിഞ്ഞു, അതുപോലെ തന്നെ മലയാളം മ്യൂസിക് ലിറിക്സ് എഴുതുന്ന കാര്യം സഹിതം എല്ലാം നമ്മൾ അറിഞ്ഞു. ഇനി ഇപ്പൊ ഒരു കോമഡി ഇതിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ വോയിസ് ഡബിങ് ചെയ്യായിരുന്നു. ലൈക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ തന്നെ ഒരു കാർട്ടൂൺ വോയിസ് ഡബിങ് കൊടുക്കാന്ന് പറഞ്ഞ് പോയിരുന്നു. അതിപ്പോ പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ഡിലേഡ് ആയി പോയിരുന്നു. അല്ലാതെ ഞാൻ വേറെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ വോയിസ് ഡബ് ചെയ്യും. അപ്പൊ ഈ ഷിൻചാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, അത് ഹംഗാമ ചാനലിലുള്ള ഒരു ഇതാണ്. അപ്പൊ മാത്രമേ അറിയത്തുള്ളൂ. എന്റെ മോൻ കൂടുതലും ഡോറ കാണുമായിരുന്നു. പക്ഷെ ആ വോയിസ് ഇപ്പൊ വരുമോ എന്തോ ഇപ്പോഴത്തെ ഇത് കാരണം ചെയ്തെടുക്കണം. പക്ഷെ ഷിൻചാനിൽ ഇങ്ങനെയാണ് സംഭവം. ഇത്രയും നേരം കണ്ടോണ്ടിരുന്നത് ഹിപ്പ് ഹോപ്പ് മാറി എല്ലാം കുട്ടിയായി. നിന്നെ ഇതല്ലാതെ വേറെ എന്തൊക്കെയാണ് പെയിന്റിങ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും, ലൈക്ക് വരയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അത്രയ്ക്ക് പ്രൊഫഷണൽ ഒന്നുമല്ല, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ വരയ്ക്കും. പിന്നെ എനിക്ക് ഫാഷൻ ഡിസൈനിങ് സംഭവമൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ എൻ്റെ കോസ്റ്റ്യൂംസ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ സ്കെച്ച് ചെയ്തൊക്കെ എടുക്കും. ചിലപ്പോൾ വാങ്ങിച്ചു കാണും, ഓൾറെഡി വാങ്ങിച്ചിട്ട് ഞാൻ ഇടുന്ന എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വരയ്ക്കും. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആരുടെയും കയ്യിൽ ഇങ്ങനെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വരച്ചൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കും. പിന്നെ അല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല വായിക്കാൻ അറിയാമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ ടച്ച് വിട്ടുപോയി. പക്ഷെ എന്നാലും വായിക്കും. ലൈക്ക് ഗിറ്റാർ, കീബോർഡ്, തബല, ഹാർമോണിയം, ഹാർമോണിക്ക, ഡ്രംസ്, ട്രിപ്പിൾ ഡ്രം, ജേംബെ, ബോങ്കോ. ഈ മ്യൂസിക്കിലൊക്കെ എല്ലാവർക്കും ഓരോരുത്തരെ കണ്ട് നമ്മൾ ഇൻസ്പയർ ആവുന്നു എന്നുള്ള സംഭവം. ഇപ്പൊ അതിഥിയുടെ കാര്യത്തിലാണെങ്കിൽ ഇൻസ്പയർ ആവാനുള്ള ഒരു ഏജിലൊന്നും അല്ല അതിഥി ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിഥി ജനിച്ചപ്പോഴേ ആ മ്യൂസിക് അതിന്റെ കൂടെ ഇങ്ങ് വരെയാണ് ചെയ്തത്. എന്നാലും ആ ഒരു ഇതെങ്ങനെയായിരുന്നു കൂടുതലായിട്ട് ആരെങ്കിലും ഇപ്പോൾ ആരെങ്കിലും ഹിപ്പ് ഹോപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നോക്കി അവരെ പോലെ അല്ലെങ്കിൽ ഒരു നമുക്കൊരു സ്റ്റാർ എന്നുള്ളൊരു ഫേസ് ഉള്ളത്? എനിക്ക് കൊച്ചിലെ ഞാൻ ഈ മൈക്കിൾ ജാക്സന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ മൈക്കിൾ ജാക്സൺ ഒരു സംഭവം തന്നെയായിരുന്നു. കാരണം പെർഫോമൻസും അതേപോലെയാണ്. അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹിപ്പ് ഹോപ്പ് ഒക്കെ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മൈക്കിൾ ജാക്സണിലൂടെ തന്നെയാണ്. നമുക്കൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അറിയാവുന്നത് പുള്ളിയുടെ തന്നെയാണ്. കാരണം അത്രത്തോളം നമ്മളെ പിടിച്ചിരുത്തു. ഇമോഷണൽ അതാണ്, നമുക്ക് ഇമോഷണൽ ആയിരുന്നാൽ പോലും അത് നമുക്ക് മനസ്സിലാവും. ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ലൈക്ക് പബ്ലിക്കിന്റെ കൂടെയും ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. എല്ലാരും ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്താണ് വിളിക്കുന്നത്. ലൈക്ക് ഭയങ്കര ഒരു ഇന്ററാക്റ്റീവ് ഇതായിരിക്കും. സ്റ്റെപ്സ് ആയാലും എനിക്ക് ഇതേപോലെ എനിക്ക് പെർഫോമൻസിനൊക്കെ കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയത് മൈക്കിൾ ജാക്സൺ സംഭവമാണ്. മൈക്കിൾ ജാക്സൺ ആണ്. കാരണം ഡാൻസ് കളിച്ചൊക്കെ പാടുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സാധനമാണ്. അല്ലെങ്കിൽ ഈ ബ്രീത്തിങ് ഒക്കെ നല്ല കൺട്രോൾഡ് ആയിരിക്കണം. ചാടി ഇതൊക്കെ ചെയ്ത് പാടുമ്പം ഭയങ്കര പാടാം. അപ്പൊ എനിക്ക് മൈക്കിൾ ജാക്സൺ തന്നെയാണ് ഭയങ്കര അതുപോലെ ഇപ്പോഴാണെന്ന് തോന്നുന്നു നമുക്കിപ്പോൾ 2023 ഒരു 21, 22, 23 ഈ ഒരു ടൈമിനായിരുന്നു തോന്നുന്നു ഈ ഹിപ്പ് ഹോപ്പ്, റാപ്പ് ഇതെല്ലാം ഇങ്ങനെ ബൂസ്റ്റ് ആയി വന്നത് ഈ ഒരു ടൈമായിരുന്നു തോന്നുന്നു. അതിഥിയുടെ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിഥിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഇത് തന്നെയാണ്. കാരണം ന്യൂ ഇയർ ആയിരുന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് ഇപ്പം മിക്കവരും അത് തന്നെയാണ് ഹിപ്പ് ഹോപ്പ് ആയിട്ടുള്ള. ഒരാള് ക്ലാസിക്കൽ സോങ് കേൾക്കാനായിട്ടോ അങ്ങനെ ഒന്നും വെയിറ്റ് ചെയ്യാറില്ല. എല്ലാവർക്കും അതാണ് ഭയങ്കര വൈബായിട്ട് നിൽക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഒരു ടൈം ഇനിയുള്ള ടൈം എങ്ങനെയാണ് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ഇനിയും കൂടുതൽ ഇത് എഴുതി ഫ്രണ്ടിലോട്ട്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. ചിലപ്പോൾ ഇങ്ങനെ തന്നെത്താനെ ഇരിക്കുമ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് എനിക്ക് ഡൂറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നെ സംസാരിച്ചൊക്കെ ഇരിക്കും. അപ്പം എനിക്ക് മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിയാലേ ചിലപ്പോൾ ചെയ്യാൻ തോന്നത്തുള്ളൂ. ബിക്കോസ് ചില സമയത്ത് നമ്മൾ ഇറക്കുന്ന സാധനം റീച്ചിൽ എത്തത്തില്ല. അപ്പൊ നമ്മളൊന്ന് കുറച്ച് ഡൗൺ ആയി പോകും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇപ്പൊ ഇത്രയും നാളത്തെ ഈ ഒരു ജേർണിയില് എപ്പോഴെങ്കിലും ഡൗൺ ആയി അല്ലെങ്കിൽ ഡൗൺ ആവേണ്ടി വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഫാമിലിയോ അല്ലെങ്കിൽ പുറത്തുള്ളവർ പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ഒന്ന്? ഞാൻ വളരെ
എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൗൺ ആവും. ഞാൻ ഇങ്ങനെ ഭയങ്കര എന്നാലും ഭയങ്കര വിഷമം ഈ ഒരു ടൈമിന് ഭയങ്കരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. വിഷമം തോന്നി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? ഉണ്ട്. ആക്ച്വലി എൻ്റെ ട്രോൾ വീഡിയോക്ക് ഒരു പ്രാവശ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും വിഷമമായെങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കോമഡി ആയിട്ട് തന്നെ എടുത്തു. അതെന്താന്ന് വെച്ചാൽ മൈനർ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഈ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു സോങ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി നല്ല സോങ് ആയിരുന്നു. പക്ഷെ അത് ചെയ്ത് വന്ന് ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അപ്പം നെഗറ്റീവ് കമൻസ് കുറേ വന്നു. വളരെ ഹാഷ് കമൻസ് ആയിരുന്നു, ഭയങ്കര അബ്യൂസീവ് ടൈപ്പ് ഓഫ് കമൻസ് ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ വായിച്ച് നമ്മൾ അന്തം വിട്ടു, അയ്യോ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞപ്പം ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിരുന്നു. അതും ഞാൻ വളരെ കൊച്ചായിരുന്നു, മൈനറായിട്ട് ഇത്ര വലിയൊരു ട്രോൾ വീഡിയോ ഇറക്കുമ്പോൾ അതും 1 മില്യൺ എന്തൊക്കെയായിരുന്നു ട്രോൾ വീഡിയോ. അതൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയിപ്പോയി. ബിക്കോസ് നമ്മുടെ പെർമിഷനും ഇല്ല, അത് മാത്രമല്ല മൈനറാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യുന്നതും അതും ഭയങ്കര വല്ലാത്ത അബ്യൂസീവ് ടൈപ്പ് ഓഫ് കമൻസ് ഒക്കെ ആയപ്പോൾ വളരെ ഡൗൺ ആയി. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ പൊതുവേ ഭയങ്കര ചിയർഫുൾ ആറ്റിറ്റ്യൂഡിലാണ് പോണത്, എല്ലാം പോസിറ്റീവിൽ എടുത്തു. അപ്പം ഞാൻ ഡൗൺ ആയി ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ ഞാൻ റിയലൈസ് ചെയ്തു, ഹേയ് ഇവരിങ്ങനെ പറഞ്ഞു പോട്ടെ, എനിക്കെന്താ കുഴപ്പം, ഞാനങ്ങ് പൊങ്ങി പോവാ, ഞാൻ ഇനിയും ട്രാക്സ് എഴുതുക, എല്ലാവരുടെയും രീതിയിലുള്ള പബ്ലിക്കിൻ്റെ നെഗറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവും ഞാൻ ചിന്തിക്കണം. ബിക്കോസ് അവർ പറയുന്നത് ചിലപ്പോൾ റൈറ്റ് ആയിരിക്കാം, എനിക്ക് ഈ രീതിയിൽ ഞാൻ മാറ്റിയാൽ ശരിയായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഓരോന്ന് എഴുതാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഡള്ളായി ഇരുന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നതാണോ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം? ഇപ്പൊ കുറച്ച് നാളെ എല്ലാം വായിക്കും. എല്ലാം വായിക്കും. ഞാൻ ഗിറ്റാർ വായിക്കുമായിരുന്നു, പിന്നെ യുക്കിലേലി ഈ ഇടയ്ക്ക് വാങ്ങിച്ചതായിരുന്നു, അത് വായിക്കാൻ നല്ലൊരു ക്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആണ്, അത് വായിക്കും. പിന്നെ എനിക്ക് കൂടുതൽ പെർക്കഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ അടങ്ങിയിരിക്കാത്തൊരു സംഭവമാണ്, ഹൈപ്പർ ആയതുകൊണ്ട് എനിക്ക് ഡ്രംസ് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രംസിനെ കുറച്ച് മാസമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ സാർ എന്നെ പോയി തള്ളി എക്സാം എഴുതാൻ പറഞ്ഞു. അങ്ങനെ 95/100 ഒക്കെ വാങ്ങിച്ചെല്ലാം ഭയങ്കര പ്രൗഡായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബൊക്കെ കണ്ട് താൻ പഠിച്ചെടുക്കുക, അങ്ങനെ തന്നെ വരാറുള്ളത്. നമ്മൾ ഇത്രയും നേരം അതിഥിയുടെ ഒരുപാട് വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ അതിഥിയെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരിക്കും. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ് അതിഥി. കാരണം അവർക്ക് അവരുടെ ഡ്രീം സക്സസ് ആക്കാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ അവർക്ക് മനസ്സിലാവും ഉറപ്പായിട്ട് എന്താണ്, അതാണ് പവർ. എന്താണ് അതിഥിയെപ്പോലെ എങ്ങനെ ആവാം, അതിഥിക്ക് എന്താണ് പറയാനായിട്ടുള്ളത്. നമ്മളൊരു എയിം വെച്ചാൽ അതിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഗേൾസ് ആകുമ്പോൾ ഒരുപാട് ഇതുണ്ട്, ഫാമിലി, പുറത്തുള്ളവരെങ്ങനെയാണ് കാണുന്നത് നമ്മളെ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. ആരും ബാക്ക് ഡൗൺ ചെയ്യരുത്. അതൊക്കെ വല്ല പാഷൻ ഉണ്ടെങ്കിൽ പാഷനിൽ തന്നെ പിടിച്ചു പോകണം. കാരണം ഇക്കാലത്ത് ആർട്ടിന് നല്ല വാല്യൂ ഉണ്ട്. ഇപ്പൊ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പോകണം. ഓക്കെ, താങ്ക് യു. എന്തായിരുന്നാലും എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.